ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബീട്രൂട്ട് പൗഡർ എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുക എന്നാണ് കാണിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു മീഡിയം സൈസ് ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. അതിനെ നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഇതുപോലെ പീൽ ചെയ്ത് എടുക്കണം. ഇത് പീൽ ചെയ്യുന്നില്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്താലും മതി. നല്ലപോലെ കഴുകി എടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് ഇങ്ങനെ എല്ലാം കൂടെ പീൽ ചെയ്ത് എടുക്കുക. അപ്പോൾ ഈ ഒരു ബീട്രൂട്ട് മൊത്തമായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. ഇപ്പം നമ്മുടെ കാലാവസ്ഥ അനുസരിച്ചിട്ട് 3-4 ദിവസമൊക്കെ എടുക്കും ഇത് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് ഇത് നല്ല ക്രിസ്പി ആയിട്ടാണ് കിട്ടുക. അതായത് നമുക്കിങ്ങനെ പൊട്ടിക്കുമ്പോൾ പൊട്ടിച്ചെടുക്കാൻ പറ്റും. അതായത് ചിപ്സൊക്കെ പോലെ ഉണ്ടാവും. അതിനുശേഷം നമ്മളിതൊരു മിക്സിയിലിട്ടിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കുക. എന്നിട്ട് അരിച്ചെടുക്കണം. അപ്പോൾ നല്ല ഫൈൻ പൗഡറായിട്ട് നമുക്ക് കിട്ടും. ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്യാം. ഈ പൗഡർ നമുക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കുമ്പോഴും ലിപ് ബാം ഉണ്ടാക്കുമ്പോഴും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ബീട്രൂട്ട് ഒരുപാട് നാൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ലൊരു മെത്തേഡാണിത്. പിന്നെ ഇത് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള സിന്ദൂരമായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ഫുഡ് കളറായിട്ടും യൂസ് ചെയ്യാം. ആ ഒരു ബീട്രൂട്ട് കൊണ്ട് കിട്ടിയ പൊടിയാണ് ഇത്. ഇത്രയും മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കുറേ വേണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 5 ബീട്രൂട്ടെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ബാക്കി വീഡിയോസും കൂടെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് വേറൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.